ശ്രദ്ധയോടെയൂട്ടാം ജീവന്റെ തുള്ളികൾ. കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം ദൃഢമാക്കുന്ന ഒരു പങ്കുവയ്പ്പാണ്. കുഞ്ഞിന്റെ ആരോഗ്യത്തിന് 6 മാസം വരെ മുലപ്പാൽ മാത്രമേ നൽകാവൂ. മുലയൂട്ടൽ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കർമ്മമാണ്. മുലയൂട്ടലിലെ അശ്രദ്ധയും അപാകതകളും മൂലം ചിലപ്പോൾ മുലപ്പാൽ കുഞ്ഞിന്റെ ശ്വാസനാളത്തിലേക്ക് പോകുകയും ശ്വസന തടസ്സം മൂലം കുഞ്ഞിന് മരണം വരെ സംഭവിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ശരിയായ രീതിയിൽ തന്നെ കുഞ്ഞിന് മുലയൂട്ടാൻ പ്രത്യേകം ശ്രദ്ധ വേണം. മുലയൂട്ടലിനിടയിൽ കുഞ്ഞിന് ചുമയോ ശ്വാസമുട്ടലോ ചർമ്മത്തിൽ നിറമാറ്റമോ ഉച്ചത്തിൽ കരഞ്ഞ് വായിലൂടെയോ മൂക്കിലൂടെയോ പാൽ ഒഴുകി വരികയോ കുഞ്ഞിന് ഞെട്ടലോ വിളറലോ ഉണ്ടാക്കുകയോ ചെയ്താൽ മുലപ്പാൽ ശ്വാസനാളത്തിലേക്ക് കയറിയതിന്റെ ലക്ഷണങ്ങളാണ്. തൊണ്ടയിൽ പിളർപ്പ്, അണ്ണാക്കിലെ വൈകല്യങ്ങൾ തുടങ്ങിയവയുള്ള കുട്ടികളിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ കുഞ്ഞിനെ നിങ്ങളുടെ കൈപ്പത്തിയിലും കൈത്തണ്ടയിലുമായി മുഖം താഴ്ത്തിവെച്ച് കുഞ്ഞിന്റെ പുറത്ത് നന്നായി വേഗത്തിൽ തട്ടുക. കുഞ്ഞിന് ശ്വാസമെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. എന്നിട്ടും കുഞ്ഞിന് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഒരു നല്ല പ്രതലത്തിൽ കിടത്തി നെഞ്ചിന്റെ മധ്യത്തിന് താഴെ പകുതിയിൽ 5-6 തവണ ദൃഢമായി അമർത്തുക. ശ്വസനം ശരിയായ രീതിയിലായില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ആശുപത്രിയിലെത്തിക്കുക. ശ്രദ്ധയോടെ ശരിയായ രീതിയിൽ മുലയൂട്ടിയാൽ മുലപ്പാൽ ശ്വാസനാളിയിൽ കുടുങ്ങിയുള്ള ശിശുമരണങ്ങൾ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും. മുലയൂട്ടുന്നതിന്റെ ശരിയായ രീതികൾ അറിയാൻ അടുത്തുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് ആരോഗ്യ പ്രവർത്തകരോട് ചോദിക്കൂ. അവർ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും. മുലപ്പാൽ ഓരോ കുഞ്ഞിന്റെയും ജീവാമൃതവും ഔഷധവുമാണ്. അത് നമുക്കവർക്ക് ശരിയായ രീതിയിൽ പകർന്നു നൽകാം. ലോക മുലയൂട്ടൽ വാരാചരണം ഓഗസ്റ്റ് 1 മുതൽ 7 വരെ സാമൂഹ്യ ആരോഗ്യ ബോധവൽക്കരണാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റിലയോടൊപ്പം ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം, വയനാട്.